തിരുവനന്തപുരം, പാച്ചല്ലൂർ, പൂങ്കുളം, അതേപോലെ തന്നെ വണ്ടിത്തടം. ഈ ഒരു ലൊക്കേഷനൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. നമ്മുടെ ട്രിവാൻഡ്രത്ത് വൺ ഓഫ് ദ മെയിൻ ആയിട്ടുള്ള ലൊക്കേഷനാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കോവളത്തിന് അടുത്തായിട്ടുള്ള ലൊക്കേഷനാണ്. അപ്പോൾ അവിടെ ഒരു പ്രോപ്പർട്ടി, അതും വില കുറവിൽ മീഡിയം ബഡ്ജറ്റിനാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. ഇതാണ് മെയിൻ ബസ് റൂട്ട്. ജസ്റ്റ് ഒരു 30 മീറ്ററേ ഉള്ളൂ. ഇവിടെ നിന്ന് ജസ്റ്റ് നടന്ന് 30 മീറ്ററിനകത്താണ് മെയിൻ ബസ് റൂട്ട് വന്നത്. അതും വലിയ ലോറിക്ക് വരെ പോകാൻ പറ്റുന്ന വഴിയിലാണ്. ഈ ഒരു കിടിലിന് 3 BHK വീട് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. പുതിയ വീടാണ്, പുതിയ നല്ല അടിപൊളി വീടാണ്. മീഡിയം ബഡ്ജറ്റാണ്. ഇതിൻ്റെ വില ഞാൻ പറയുന്നുണ്ട്. കാരണം ഈ ഒരു വിലയ്ക്ക് ഇവിടെ വേറെ വീടൊന്നും ഇല്ല. കാരണം ഇവിടെ തന്നെ വേറെ ബാക്കി എല്ലാ വീടും 60-70 ബഡ്ജറ്റൊക്കെയാണ് വരുന്നത് ഈ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് ഒക്കെ നോക്കുമ്പോൾ. പക്ഷേ നമുക്ക് ഈ ഒരു വീട് നല്ലൊരു വില കുറവിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ ഇട്ടുള്ള വഴിയെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ പ്രോപ്പർട്ടി നല്ല അടുത്താണ്. കാരണം നമുക്ക് ഹോളി ക്രോസ് LP സ്കൂളിന് അടുത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി ആണ്. ഹോളി ക്രോസ് LP സ്കൂളിൻ്റെ അടുത്ത് വണ്ടിത്താണ് ഹോളി ക്രോസ് LP സ്കൂൾ. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ പൂങ്കുളം നേരെ അങ്ങോട്ട് പോയി പൂങ്കുളം പോവാം. പാച്ചല്ലൂർ ആണെങ്കിൽ നമുക്ക് പാച്ചല്ലൂരും പോവാം. പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഒരു 2-3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നാഷണൽ ഹൈവേ NH-66 ബൈപ്പാസ്. അവിടെ നമുക്ക് കോവളം, വിഴിഞ്ഞം, പിന്നെ നമുക്ക് ഇപ്പം ബൈപ്പാസ് കയറി കഴിഞ്ഞാൽ നമുക്ക് കഴക്കൂട്ടം എല്ലാം പോകാൻ എളുപ്പമാണ്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് മണക്കാട് പോകാൻ എളുപ്പമാണ്. നമുക്ക് മണക്കാട് പോയി തമ്പാനൂർ എത്താൻ ഒരു 15-20 മിനിറ്റേ ഉള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് നേരെ തമ്പാനൂർ കയറാൻ എളുപ്പമാണ്. അപ്പം അത്രയും നല്ല പ്രൈമായിട്ടുള്ള ഏരിയയിൽ അതൊന്ന് നമ്മുടെ തിരുവല്ല വണ്ടിത്തടത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിട്ടുള്ളത്. കോവളത്തൊക്കെ നിങ്ങൾ പ്രോപ്പർട്ടി വെക്കുമ്പോൾ നല്ല വിലയായിരിക്കും. പക്ഷെ അതിനെക്കാട്ടും വില കുറവിലാണ് ഈ ഒരു വീട് വന്നിട്ടുള്ളത്. ഇവിടെ 2 വലിയ കാർ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. അതായത് വലിയൊരു SUV പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും വീട് പോയി കാണാം. 3.4 സെന്റിൽ 1200 സ്ക്വയർ ഫീറ്റിന്റെ ഒരു കിടിലൻ വീടാണ് ഇത്. നമ്മൾ ലിവിംഗ് ചെയ്യുന്ന നേരെ കയറി വരുമ്പോഴാണ് നമ്മുടെ പ്രോപ്പർട്ടിയിൽ അത് കിച്ചണാണ്, ഓപ്പൺ മോഡലുള്ള കിച്ചണാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഹാളിൽ നിന്ന് നേരെ കയറി വരുമ്പോൾ എന്താ കിച്ചണായി. അപ്പൊ കിച്ചൺ നമുക്ക് നേരെ കയറി വരുമ്പോൾ തന്നെ കിച്ചണാണ് വരുന്നത്. വാസ്തുപ്രകാരം ചെയ്തിട്ടുള്ള വീടാണ്. അപ്പൊ എന്താ നല്ല ഓപ്പൺ മോഡൽ നല്ല അടിപൊളി കിച്ചണാണ്. ഇതാ കബോർഡ് കണ്ട നല്ല അടിപൊളി കബോർഡ് വർഷമുണ്ട്. പിന്നെ ഇതിൽ വേറൊരു കാര്യമുണ്ട് ഈ വീട്ടിൽ, ഞാൻ അത് പിന്നീട് പറയേണ്ടതുണ്ട്. ഈ വീട് ആൾറെഡി നമുക്ക് ഏകദേശം ടോക്കണായ ഒരു വീടായിരുന്നു. കാരണം 6 മാസമായിട്ട് അവരെല്ലാം പേയ്മെന്റ് എല്ലാം ചെയ്ത് ഇങ്ങനെ വെച്ചിരുന്നതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അവർക്ക് ലോൺ ഒന്നും ഓക്കെ ആയില്ല. അപ്പൊ അതുകൊണ്ടാണ് വീണ്ടും നമുക്കിത് സെയിലിന് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ ഈ ഒരു വീട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് അവർക്ക് ലോണ് കാര്യങ്ങളൊന്നും ഓക്കെ ആവാത്തതുകൊണ്ടാണ് വീണ്ടും നമുക്ക് ഇപ്പൊ സെയിലിന് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നല്ലൊരു അവസരമാണ് ഇപ്രാവശ്യം നിങ്ങൾ നോക്കിയെടുത്തോ. കാരണം ഈ വീട് ആൾറെഡി ഇത്രയും വില കുറവിൽ ഇവിടെ ഒരു പ്രോപ്പർട്ടി ഇല്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ സെറ്റ് ചെയ്തോളെ. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ബെഡ്റൂം. എന്താ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആണ് ബെഡ്റൂം. സാധാരണ മിക്ക വീട്ടിൽ ബെഡ്റൂം ചെറുതായിരിക്കും. ഇത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഇതാണ് നിങ്ങൾ അറ്റാച്ച്ഡ് ബാത്റൂം. നമുക്ക് ഇതിന് ബ്രാൻഡ് സെറയുടെ ആണ്. ഫിറ്റിങ്സ് സെറയുടെ ആണ് കേട്ടോ. ക്ലോസറ്റ് എല്ലാം സെറയുടെ ആണ്. സെറ ഉണ്ടത് ഇതെല്ലാം നല്ല അടിപൊളി ഷവറിന്റെ സാധനങ്ങളെല്ലാം വെള്ളത്തിട്ടേക്കണ്ട. എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള വീടാണ് ഇത്. നിർഭാഗ്യവശാൽ നേരത്തെ വന്ന പാർട്ടിക്ക് വാങ്ങാൻ പറ്റിയില്ല. കാരണം അവർക്ക് ലോൺ ഇതുവരെ ഓക്കെ ആയില്ല. അതാണ് ഇപ്പം വീണ്ടും നമുക്ക് സെയിലിന് വന്നത് ഈ വീട്. ഇതുവരെ ആരും താമസിച്ചിട്ടില്ല. കാരണം പുതിയ വീടാണ്. ഇപ്പൊ ഒരു 6 മാസം ആയതേ ഉള്ളൂ അവരിപ്പം വാങ്ങാൻ വേണ്ടി ടോക്കണൊക്കെ കൊടുത്തിട്ട്. പക്ഷെ ഇപ്പൊ അത് കുളമായതുകൊണ്ടാണ്, കാരണം അത് ലോൺ അവർക്ക് കിട്ടാത്തതുകൊണ്ടാണ് നമുക്ക് വീണ്ടും സെയിലിന് വന്നത്. അപ്പൊ ഇപ്രാവശ്യം നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ്. കാരണം ഈ ഒരു വീട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേറെ മീഡിയം ബഡ്ജറ്റിന് ഇവിടെ ഉണ്ടോ എന്ന്. പക്ഷെ ഇവിടെ ഒരു വീട് പോലും ഇല്ല. നിങ്ങൾക്ക് അറിയായിരിക്കും വണ്ടിത്തട ഏരിയയിൽ വേറെ വീടില്ല. ഇതാണ് നമ്മുടെ അടുത്ത ബെഡ്റൂം. ഇവിടെ നമുക്ക് ടോപ്പ് ഫ്ലോറിൽ 2 ബെഡ്റൂം വരുന്നുണ്ട്. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. പിന്നെ ബാൽക്കണി, ഇതാ ഇവിടെ നിന്ന് നേരെ ബാൽക്കണി കയറാൻ പറ്റും. ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ബാൽക്കണി കയറാൻ ബാൽക്കണി ഇതാ ഒരു ചെറിയൊരു ബാൽക്കണി ഉണ്ട്. ഒരു കുഞ്ഞു ബാൽക്കണി. അപ്പുറത്താണ് വലിയ ബാൽക്കണി കയറുന്നത്. നമ്മൾ ഫസ്റ്റ് നമ്മളെ വീടിന്റെ ഫ്രണ്ടിലെ ബാൽക്കണിയാണ് ഇല്ലേ, ആ ബാൽക്കണി കയറുന്നത് ഇപ്പുറത്തൊന്നാണ്. അല്ല വലിയ ബാൽക്കണിയാണ്. ഇത് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അപ്പൊ ഇതാണ് നമ്മളെ അടുത്ത ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ നിന്ന് നേരെ ബാൽക്കണി വ്യൂ ആണ് കിട്ടുന്നത്. നേരെ ബാൽക്കണി നൈറ്റൊക്കെ നല്ല ഇവിടെ നല്ല ഇതില്ലേ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റും. നൈറ്റൊക്കെ നല്ല തണുപ്പൊക്കെ ആയിരിക്കും ഇവിടെ, നല്ല രസമായിരിക്കുന്നത്. കാരണം ബെഡ്റൂമിൽ നിന്ന് നേരെ നമുക്ക് ബാൽക്കണി വ്യൂ ആണ്. അപ്പം ഇപ്പോൾ എവിടെ വേണമെങ്കിൽ 2 ചെയറൊക്കെ ഇട്ട് നമുക്ക് ചുമ്മാ വേണമെങ്കിൽ ഇരിക്കും. അപ്പോൾ അതിനുള്ള ഒരു ഇതുകൊണ്ട് നമുക്കിത് മെയിൻ ബസ് റൂട്ട് കണ്ട ഇതാ കാണണം. നമ്മുടെ മെയിൻ ബസ് റൂട്ടാണ്. എന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു 30 മീറ്റർ ഇതാ കയറിപ്പോയ ബസ് റൂട്ടായി. ഇവിടെ നമുക്കിപ്പം ഇതൊരു ബസ് റൂട്ടാണ്. പക്ഷെ നമുക്ക് മെയിനായിട്ടുള്ള ഏറ്റവും കറക്റ്റായിട്ടുള്ള ബസ് റൂട്ട് പോകണമെങ്കിൽ അവിടെ നിന്ന് നേരെ ഹോളി ക്രോസ് LP സ്കൂൾ കയറിയിട്ട് വണ്ടിത്തടം ജംഗ്ഷൻ നമുക്ക് കയറി കഴിഞ്ഞാൽ ഒരു 500 മീറ്റർ ഉള്ളൂ. അവിടെ പോയി നമുക്ക് കറക്റ്റ് നമ്മുടെ പക്ക ബസ് റൂട്ടായി. അവിടെയാണ് ഇഷ്ടംപോലെ വണ്ടികൾ വരുന്നത്. പക്ഷേ ഇത് നമുക്ക് ബസ് റൂട്ടാണ് ഇവിടെ. പക്ഷേ ബസ്
എപ്പോഴും ടൈമിൽ കാണൂല എങ്കിലും നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് അവർ പറഞ്ഞിട്ടുള്ള ടൈമിങ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ബസ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും കറക്റ്റായിട്ട് ബസ് പോകുന്ന റൂട്ട് നോക്കണമെങ്കിൽ വണ്ടിത്തടം ജംഗ്ഷനിൽ പോകേണ്ടി വരും. അത് ജസ്റ്റ് ഒരു 500 മീറ്റർ വരുള്ളൂ. അപ്പോൾ നമുക്ക് ബസ് നമ്മുടെ വണ്ടിത്തടം ജംഗ്ഷൻ കയറാൻ ജസ്റ്റ് ഒരു 500 മീറ്റർ വരുള്ളൂ. ആ വണ്ടിത്തടം ജംഗ്ഷൻ അടുത്ത് ഇതാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിലയ്ക്ക് ഇവിടെ വീടില്ല. കാരണം സ്ഥലവിലൊക്കെ നല്ല കൂടുതലാണ് വണ്ടിത്തടത്ത്. വണ്ടിത്തടം തിരുവല്ല ഈ ഒരു ഏരിയയിൽ സ്ഥലവില നല്ല കൂടുതലാണ്. അതൊക്കെ അറിയായിരിക്കുമല്ലോ. അപ്പൊ എന്തായാലും നമുക്കിനി എന്തായാലും വീടിന്റെ വില അറിയണ്ടേ. ഇപ്പൊ നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് മുകളിൽ പോകാൻ പറ്റാത്തത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കുമ്പോൾ എന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇതിന്റെ സ്വിച്ച് വരുന്ന GM-ന്റെ സ്വിച്ചാണ്. പിന്നെ അതേപോലെ നമ്മുടെ DB യൂണിറ്റ് V-Guard-ന്റെ ആണ്. വയറിംഗ് അല്ല V-Guard ആണ് കേട്ടോ. എല്ലാം ടോപ്പ് ബ്രാൻഡാണ് V-Guard-ന്റെ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മൊത്തം 55 ലക്ഷമാണ്. 3 BHK 3.4 സെന്റ് 1200 സ്ക്വയർ ഫീറ്റ്. ചോദിക്കുന്ന വെറും 55 ലക്ഷം. പുതിയ വീടാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മളെ വിളിക്കാം. ഇതാണ് നമ്പർ. ഈ നമ്പർ നിങ്ങൾ വിളിച്ച് സെറ്റ് ആയിക്കോ. നമുക്ക് ഇവിടെ നിന്നുള്ള ആക്സസ് വരുമ്പോൾ നമുക്ക് വണ്ടിത്തടം ജംഗ്ഷൻ 500 മീറ്റർ ആണ്. പിന്നെ നമുക്ക് എയ്സ് കോളേജ് ഇവിടെ അടുത്താണ്. ഏകദേശം ഒരു 1 കിലോമീറ്ററിനകത്തേ വരുള്ളൂ. നമുക്ക് എയ്സ് കോളേജ് പോകാം. അപ്പൊ എയ്സ് കോളേജ് ഉണ്ട്. പിന്നെ ഇന്റർനാഷണൽ സീപോർട്ട് ഒരു 5 കിലോമീറ്റർ ഒക്കെ വരുള്ളൂ. പിന്നെ കോവളം നാഷണൽ NH ബൈപ്പാസ് ഒരു 2 കിലോമീറ്റർ. പിന്നെ നമുക്ക് പാച്ചല്ലൂർ ഒരു 2 കിലോമീറ്റർ വരുള്ളൂ. പാച്ചല്ലൂർ പൂങ്കുളം അടുത്ത്, പൂങ്കുളം ഒരു 1 കിലോമീറ്ററിനകത്ത് പൂങ്കുളമായി. പിന്നെ വെങ്ങാനൂർ കയറാം. അപ്പൊ നമുക്ക് ഇത്രയും നല്ല എന്ന് വെച്ചാൽ വിഴിഞ്ഞം പോർട്ടിനും കോവളത്തിനും അടുത്തുള്ള അടിപൊളി ലൊക്കേഷൻ. അതായത് നമ്മുടെ തിരുവല്ല വണ്ടിത്തടത്താണ് വീട് വന്നിട്ടുള്ളത്. പെട്ടെന്ന് വിളിച്ചോ, ഈ നമ്പറിൽ വിളിച്ചോ. ഡയറക്റ്റ് നമുക്ക് നമ്മളെ വിളിച്ച് സെറ്റ് ചെയ്യാം. ലോൺ അറേഞ്ച്മെന്റ് മെയിൻ ആയിട്ടുണ്ട്. ലോൺ അറേഞ്ച്മെന്റ് ഉണ്ട്. 80% നിങ്ങൾക്ക് ലോൺ എടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള എലിജിബിലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതല്ല ബൈ ബിസിനസ് ആണ് ചെയ്യണമെങ്കിൽ ITR ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോൺ നമ്മൾ അറേഞ്ച് ചെയ്ത് തരും. അപ്പൊ 80% നിങ്ങൾക്ക് ലോൺ എടുക്കാം. പിന്നെ ബാക്കി നിങ്ങളെ കയ്യിൽ നിന്ന് ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി. ഈ ഒരു വീട് സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് വിളിച്ചോ. ഇതാണ് നമ്പർ.